إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലങ്ങൾ കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആ ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ജനിച്ച ഈസാ ഇബ്നു മറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണെന്ന് പറയുന്നത്. വജഅൽനാ ഇബ്നു മറിയം അതായത് മറിയമിന്റെ പുത്രനെ നാം ആക്കി, അദ്ദേഹത്തിന്റെ ഉമ്മ മറിയമിനെയും ആക്കി. ആയത്തൻ ഒരു ദൃഷ്ടാന്തമാക്കി എന്നാണല്ലോ പറയുന്നത്. അവരെ രണ്ടുപേരെയും വലിയൊരു ദൃഷ്ടാന്തമാക്കി. എന്താണ് ദൃഷ്ടാന്തം? പിതാവില്ലാതെ ജനിച്ച ആ കുട്ടി വലിയൊരു ദൃഷ്ടാന്തമാണ്, ലോകജനങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമാണ്. അതിന് ആ കുട്ടിയെ ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും ചെയ്ത മറിയം അലൈഹിസ്സലാമും അവരും വലിയൊരു ദൃഷ്ടാന്തമാണ് ലോകജനങ്ങൾക്ക്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വജഅൽനാ നാമാക്കി ഇബ്നു മറിയം വ ഉമ്മഹു, ഇബ്നു മറിയമിനെയും അതുപോലെ ഉമ്മഹു അദ്ദേഹത്തിന്റെ ഉമ്മയെയും ആയത്തൻ ഒരു വലിയൊരു ദൃഷ്ടാന്തമാക്കി ലോകജനങ്ങൾക്ക് ഒരു അത്ഭുതമാക്കി മാറ്റി. വഅബൈനാഹുമാ, അവർ അവർക്ക് രണ്ടുപേർക്കും നാം അഭയം നൽകുകയും ചെയ്തു. എവിടെയാണ് അഭയം നൽകിയത്? ഇലാ റബുവത്തിൽ, ഒരു മേടുപ്രദേശം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഫലഭൂഷ്ടമായ ഒരു കൃഷിയോഗ്യമായ ഒരു പ്രദേശത്ത് അഭയം നൽകുകയും ചെയ്തു. എന്താണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത? ആ മേടുപ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വാസയോഗ്യമായ സ്ഥലമാണ്, ഒഴുക്കുജലമുള്ളതാണ്. ഒഴുക്കുജലമുണ്ട്. ആ ജലത്തിൽ നിന്നും അവർക്ക് കുടിക്കാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റും, അങ്ങനെ ഉപജീവനം ലഭിക്കും. അങ്ങനെയുള്ള നല്ലൊരു മേടുപ്രദേശത്താണ് ആ ഈസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഉമ്മാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാലങ്ങളോളം അഭയം നൽകിയത് എന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റി സഞ്ചരിക്കാത്ത സത്യവിശ്വാസികളായ അമ്പിയാക്കൾക്കും അതുപോലെ സ്വാലിഹ്യങ്ങൾക്കും സജ്ജനങ്ങൾക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയം നൽകുന്നതാണ് എന്നാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം അത്തരം അഭയം ലഭിക്കണമെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസികളായി സൽക്കർമ്മികളായി നിലകൊള്ളണം എന്നൊക്കെയാണ് ഇതിൽ നിന്നുള്ള സൂചന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.